വിശ്വസിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം 29 29 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും എടുത്തുവെന്ന് വിശ്വസിക്കുന്നു. അമൻ 29 സങ്കീർത്തനം. അമൻ അമൻ സ്വന്തം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 29 സങ്കീർത്തനം. Let's all read it, sing it responsibly. എല്ലാവർക്കും ചേർന്ന് അമൻ സ്വന്തം വാക്യപ്രതിവാക്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എടുത്തൊന്ന് വിശ്വസിക്കുന്നു. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. അടുത്ത വാക്യം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ജനത്തിന് ശക്തി കൊടുക്കുന്ന ദൈവത്തെ കരമുയർത്തി വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ജനത്തിന് സമാധാനം കൊടുക്കുന്ന ദൈവത്തെ കരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസം താൻ ഇരിക്കാമല്ലോ. ആമേൻ, സ്വപ്നം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയ ടെക്സ്റ്റ് ചെയ്യാനിടയായി തീർന്നു. ആമേൻ, സ്വപ്നം ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ രോഗിയായിട്ടാണ് എഴുന്നേറ്റെന്നാ പറഞ്ഞത്. പൈതലിനെ അവൻ സ്വന്തം പുറമോട്ട് വലിക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ നമുക്ക് ചർച്ചയായി പ്രാർത്ഥിക്കാം. അവൻ സ്വന്തം ആരാധനകളെ മിസ് ചെയ്യാതിരിക്കാൻ കർത്താവിനെ ടീച്ച് ചെയ്യാൻ, കർത്താവിനെ പഠിപ്പിപ്പാൻ, സ്നേഹത്തോടെ പഠിപ്പിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഫോൺ ലൈൻ വഴിയായിട്ട് കയറുമ്പോൾ പൈതലിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, കാരണം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് എപ്പോഴും ആരാധനയ്ക്ക് അനുഗ്രഹമാണ്. അവന്റെ അനുഗ്രഹം ദൈവത്തിന്റെ വനത്തിലാണ്. നമുക്ക് അതിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവൻ സ്വന്തം വനത്തിലേക്ക് കടന്നു വരാം. പ്രിയമുള്ളവരെ, വായിച്ച സങ്കീർത്തനം വളരെ ബ്യൂട്ടിഫുള്ളാണ്, മനോഹരമാണ്. 1-2 വാക്യങ്ങള് അവൻ വായിക്കുന്നത് അവൻ സ്വന്തം ചെയ്യും. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ലൊരു അറിവുണ്ടാകണം. അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവശബ്ദം കേൾക്കാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഓർത്തോണം, ആരാധനയ്ക്ക് വരുമ്പോൾ ശബ്ദം കേൾക്കുന്നതിനേക്കുപരി അവന് കൊടുക്കാനാണ് ഓർത്തോണം. എന്നാല് അവൻ തന്നെ ശബ്ദം കേൾപ്പിക്കുന്ന ദൈവമാണ്. അവൻ ഈസ് എ ഗോഡ് ഹൂ സൗണ്ട്സ് ഹിസ് വോയിസ്. നിങ്ങൾ ആ സങ്കീർത്തനത്തിൽ ഒട്ടാകെ വായിച്ചു നോക്കിയാൽ 7 വട്ടം ദൈവശബ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. 7 times 7 പൂർണ്ണതയെ കാണിക്കുന്നു. എപ്പോഴും ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങളിലും തന്റെ ശബ്ദം മുഴക്കുന്നവനാണ് കർത്താവ്. എന്നാൽ ശ്രദ്ധിക്കാൻ നീ ട്യൂൺഡാണെങ്കിൽ, ശ്രദ്ധിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അത് എവിടെയും അവൻ മുഴക്കും. അവൻ സ്വന്തം അതിനുവേണ്ടി PA സിസ്റ്റം വേണമെന്നില്ല, പാസ്റ്റർ വേണമെന്നില്ല, കൂടെ പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ വേണമെന്നില്ല. നിന്നെ അവന്റെ ശബ്ദം കേൾപ്പിക്കാൻ അവൻ കഴിവുള്ള ദൈവമാണ്. അവന്റെ ശബ്ദമാണ് നിന്റെ ജീവന്റെ ആധാരമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ ഓർക്കണം, അവിടെ ദൈവശബ്ദം മുഴങ്ങുന്ന ഇടമാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു കാര്യം നീ അറിയണം, അവൻ റെവറൻസോടുകൂടെ വരണം. ആരാധനയ്ക്ക് ഗോഡ് ഡിമാൻഡ്സ് റെവറൻസ്. കാരണം എന്താ? അവന്റെ സൗണ്ട്, അവന്റെ വചനം മുഴങ്ങുന്ന ഇടമാണ് ആരാധനാ സ്ഥലം. അവന്റെ ശബ്ദം മുഴങ്ങുന്നിടമായതുകൊണ്ട് the voice of God demands reverence from every believer. കടന്നു വരുന്ന ഏത് വിശ്വാസിയിൽ നിന്നും അവന്റെ ശബ്ദം ബഹുമാനം, ദൈവഭക്തി ചോദിക്കുന്നു, അവകാശപ്പെടുന്നു. അവൻ സ്വന്തം ചോദിക്കുന്നു. ഇന്ന് പകൽ നീ ആരാധനയ്ക്ക് വരുമ്പോൾ ഓർത്തോണം, പ്രിയ ദൈവത്തിലെ നീ ഭവനത്തിൽ നിന്ന് അവൻ കേൾക്കുന്ന ഒരു വ്യക്തിയാകാം. നിനക്ക് ആരോഗ്യം എന്റെ നാഥൻ തന്നിരിക്കുമ്പോൾ, നിനക്ക് അവസരം വരാൻ തന്നിരിക്കുമ്പോൾ നീ അതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ, അവൻ സ്വന്തം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ അധികാരത്തോടെ പറയുക, അവൻ സമയം വരുന്നു ആരാധനയ്ക്ക് പോകാൻ നീ കൊതിച്ചിട്ടും നിനക്ക് കഴിയാത്ത അവസരങ്ങൾ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി നിന്റെ ജീവിതത്തിൽ നീ മുടക്കലേ എന്ന് ദൈവാത്മാവിന്റെ അധികാരത്തോട് ഓർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഓർക്കണം. അതുകൊണ്ട് റെവറൻസ് ദൈവം ഡിമാൻഡ് ചെയ്യുക. കുഞ്ഞെ,
അവന്റെ ശബ്ദം he want to make you listen. കാരണം നിന്റെ ജീവിതത്തിന് മുമ്പിൽ പ്രതികൂലങ്ങൾ വരിക. അതുകൊണ്ടാണ് നിന്നെ ദൈവസന്നിധിയിലേക്ക് ദൈവം വിളിക്കുന്നത്. നീ ആരാധനയ്ക്ക് കടന്നു വരാൻ പറയുന്നത്. He want to make you listen to his voice. അവന്റെ വചനം നീ ശ്രദ്ധിപ്പാൻ ദൈവം കൊതിക്കുന്ന വ്യക്തിയാ. കാരണം കുഞ്ഞെ പെരുവെള്ളങ്ങൾ വരുന്നു, ശ്രദ്ധിച്ചോണം. പെരുവെള്ളങ്ങൾ വരുന്നു. നിനക്ക് നിൽക്കാൻ കഴിയാത്ത, ആരെല്ലാം നിന്റെ കൂടെ ഉണ്ടേലും നിനക്ക് നിൽക്കാൻ കഴിയാത്ത പെരുവെള്ളങ്ങൾ വരുന്നു. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ദൈവം നിന്നും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെഫറൻസ്. നീ ദൈവത്തെ ഭയപ്പെടണം. നീ സാധാ ലോക മനുഷ്യനുമായിട്ട് ഡിഫറെന്റ്. യു ആർ ഡിഫറെന്റ് ദൻ നോമിനൽ person living in outside in the world. You are different than a pagan. You are different than a Gentile. നീ ലോക മനുഷ്യനേക്കാൾ വ്യത്യസ്തനാ. നീ രക്ഷിക്കപ്പെട്ടവനാ. നീ ദൈവവചന ശബ്ദം കേട്ട് ഹൃദയം കർത്താവിന് കൊടുത്തവനാ. നീ കർത്താവിനെ ധരിച്ചവനാ. ലോക മനുഷ്യൻ ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ലോക മനുഷ്യനെ പോലെ എനിക്ക് നിനക്ക് മുഴപ്പരാകാൻ പറ്റില്ല. യു കനോട്ട്. ഇന്ന് പകൽക്കാലം റെഫറൻസ് ദൈവശബ്ദത്തിന് കൊടുക്കണം. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം നിന്റെ കാതിൽ വീഴുന്നെങ്കിൽ ഗിവ് റെഫറൻസ് ടു ഗോഡ്. ഹുഡമനഗസിയ. അവന്റെ സ്നേഹം നിന്നെ ഓരോ നിമിഷവും പൊതിയുക. ഓരോ ദിവസവും നിനക്ക് അവൻ സ്നേഹത്തിന്റെ ഗ്രേസ് തരികയാ. നെവർ ടേക്ക് ഗോഡ്സ് ഗ്രേസ് ഗ്രാന്റഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപയെ നീ സൗജന്യമായിട്ട് എടുക്കരുത്. അതിനെ ലാഘവത്വത്തോടെ കാണരുത്. സ്വന്തം. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ വാക്യം പറയുകയാ, മനുഷ്യപുത്രന്മാരെ നീ ദൈവശബ്ദം കേൾപ്പിക്കുന്ന ദൈവം തന്റെ ശബ്ദം എപ്പോഴും അവൻ കേൾപ്പിക്കും. ഇന്ന് നിന്റെ ഏത് സാഹചര്യമാണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. ദൈവശബ്ദം മുഴങ്ങുകയാ, എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുക. അത് ഫോർ എവർ, 24/7, 365 days a year, 7 days a week, day and night. നിനക്ക് വേണ്ടി ശബ്ദം മുഴങ്ങുകയാ. ഉടവലകൽക്കട. പക്ഷെ കേൾക്കാൻ മനസ്സ് നിനക്കാ വേണ്ടത്. പക്ഷെ ഒരു കാര്യം, അത് കേൾക്കണേ നീ ഒരുക്കണം. നീ അവന് കൊടുക്കണം ചില കാര്യങ്ങൾ. നീ അവന് സമയം കൊടുക്കണം. നീ ആരാധനയ്ക്ക് രാവിലെ എഴുന്നേറ്റ് വരണം. നിനക്ക് ജോലിക്ക് പോകാൻ സമയം നിനക്ക് കൃത്യത ഉണ്ടല്ലോ. ആരാധന നടുവിൽ നീ ഇറങ്ങിപ്പോകത്തില്ലേ? ജോലിക്ക് പോകില്ലേ? പിന്നെ ആരാധനയ്ക്ക് വരാൻ നിനക്ക് എന്താ ലേറ്റ്? ഫിയർ ഗാഡ്. നീ ദൈവത്തെ ഭയപ്പെടണം. ശരിയാ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയൊക്കെയാ എന്ന് വെച്ചോണ്ട് ദൈവം ഒരിക്കലും എന്റെയോ നമ്മുടെ ആരുടെയും പോക്കറ്റിലാണ് ചിന്തിക്കരുത്. ഇന്ന് പകൽക്കാലം ഗിവ് റെഫറൻസ് ടു ഗോഡ്. മനുഷ്യപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. എന്താണ് അവന് കൊടുക്കേണ്ടത്? മഹത്വവും ബലവും. നിന്റെ ബലം അവന് കൊടുക്കേണ്ട ഗ്ലോറി നീ കൊടുക്കണം. കാരണം എന്താ? അവൻ ശബ്ദം മുഴക്കുന്ന ദൈവമാണ്. ശബ്ദം കേൾപ്പിക്കുന്ന ദൈവം. അവന്റെ വചനം കേൾപ്പിക്കുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി അവന്റെ വചനം അയക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ദൈവം നിനക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം കുഞ്ഞെ ബഹുമാനം ദൈവത്തിന് കൊടുക്കണം. ഗ്ലോറി ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ബലം, നിന്റെ ആരോഗ്യം, നീ അവന് കൊടുക്കണം. ഹല്ലേലൂയ. ഇറ്റ് ഈസ് നോട്ട് ഓപ്ഷണൽ, ദിസ് എ കമാൻഡ് ഓഫ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൽപ്പനയാണ്. അടുത്ത വാക്യം വായിച്ചാട്ട് മനുഷ്യപുത്രന്മാരെ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം എന്നാണോ? നാമത്തിന്റെ മഹത്വം. ദൈവത്തിനൊരു നെയിമുണ്ട്. ഇന്ന് പകൽക്കാലം ഓരോ വ്യക്തികളെയും നാം ആദരിക്കുന്നത് അവരുടെ നാമം അനുസരിച്ച്, അവരുടെ പദവി അനുസരിച്ച്, അവരുടെ പൊസിഷൻ അനുസരിച്ച്. അവൻ സ്വത്രം ചെയ്യുന്നു. നാം ഓരോ വ്യക്തികൾക്കും റെഫറൻസ് കൊടുക്കുന്ന അവരുടെ പൊസിഷന്റെ നെയിം അനുസരിച്ച്, അതിന്റെ അതോറിറ്റി നെയിം അനുസരിച്ച്. നമ്മുടെ കൂടെ ഒരു ജോലിക്കാരി സ്വത്രം, അവർക്കും നെയിമുണ്ട്. ആറൻ ആണെങ്കിൽ ആറൻ വരുമ്പോൾ നമ്മൾ അത്ര ബഹുമാനം കൊടുത്തൊന്നും വരത്തില്ല. എന്നാൽ സുപ്പീരിയർ അതോറിറ്റി വരുന്നിരിക്കട്ടെ. സ്വത്രം ചെയ്യുന്നു. ആ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ നഴ്സിംഗ് ഹോമിന്റെ സ്വത്രം ചെയ്യുന്ന ഡയറക്ടറോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ യു വിൽ ഗീവ് എ ഡിഫറെന്റ് അതോറിറ്റി. ഇന്ന് പകൽക്കാലം നീ ആരാ ദൈവം എന്നാ വിചാരിച്ചത്? പുത്രനെ താണഭൂമിയിലേക്ക് നിനക്ക് വേണ്ടി അയച്ചു തന്നത് കൊണ്ട് ദൈവം ചീപ്പാണെന്ന് വിചാരിച്ചോ? ഒരിക്കലും നെവർ. ഈസ് കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. അവന്റെ അടുക്കലെത്താൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. അവന്റെ അടുക്കൽ വന്നവരാരും ജീവനോടെ ഇരുന്നിട്ടില്ല. എന്നാൽ കൃപയാൽ പുത്രനെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തകർത്ത് അവന്റെ കൃപാസനത്തിന്റെ അടുക്കൽ ഇന്ന് പകൽ ആരാധനയിൽ എത്താൻ ദൈവം ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ നെവർ ടേക്ക് ഹിം ലൈറ്റ്. അവന്റെ നാമത്തിന്റെ മഹത്വം,
അവന്റെ നെയിമിന്റെ അതോറിറ്റിയുടെ മഹത്വം യു ഹാവ് ടു ഗിവ്. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാണെങ്കിൽ യു നീഡ് ടു നോ ഹു യുവർ ഗാഡ് ഇസ്. അവനെ ആരാധിക്കാണ് ഞായറാഴ്ച ദൈവം തന്നിരിക്കുന്ന വിശ്വസിക്കുന്നെങ്കിൽ യു ഹാവ് ടു ഹോണർ ഇറ്റ്. നിനക്കത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ that is wrong. നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇന്ന് പകൽക്കാലം മറ്റുള്ള കാര്യങ്ങൾക്ക്, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിനക്ക് എഴുന്നേൽക്കാമെങ്കിൽ ദൈവത്തെ ആരാധിക്കാനോ നിനക്ക് സമയമില്ലാത്തത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു give, ascribe, glory unto God. ഇന്ന് പകൽക്ക് ഓപ്ഷൻ അല്ല സഹോദര, ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. പിന്നെ എങ്ങനെയാണ് വരേണ്ടത്? നീ കടന്നു വരുമ്പോൾ വിശുദ്ധ അലങ്കാരത്തോടെ വരണം. കാരണമെന്ന് അവന്റെ ശബ്ദം നിനക്ക് വേണ്ടി മുഴക്കുന്ന ദൈവമാ, അവന്റെ ശബ്ദം കേൾപ്പിക്കുന്ന ദൈവമാ, അവന്റെ ശബ്ദത്തിന് മഹത്വം ഉള്ളതുകൊണ്ട്, അവന്റെ വചനത്തിന് പവർ ഉള്ളതുകൊണ്ട് നീ കടന്നു വരുമ്പോ ഒന്ന് ഓർത്തോണം, തോന്നിയതുപോലെ കയറി വരാൻ പറ്റത്തില്ല കേട്ടോ. നിന്നെ കല്യാണത്തിന് നാളെ വിളിച്ചു കാണീൻ. ബൈബിൾ പറയുക ജോൺ 3 1 John chapter 3 കാണീൻ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ കർത്താവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. വാലന്റൈൻസ് ഡേ കഴിഞ്ഞു പോയല്ലോ. അയ്യോ, ദൈവം നിനക്ക് സ്നേഹം തന്നു. ആ സ്നേഹം കൊണ്ടാ നിന്നെ വിളിച്ചത്. നീ മരിക്കാൻ അറ്റത്ത് വന്ന് നിന്നപ്പോൾ, നിന്റെ ജീവിതം കോഞ്ഞാട്ടയായി ഇരുന്നപ്പോൾ, കൃപയാ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞപ്പോൾ അവൻ വന്ന് പറഞ്ഞു, മോനെ വാ, കല്യാണ സദ്യക്ക് വാ, കല്യാണത്തിന് വാ എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചു. മോളെ വാ, കല്യാണത്തിന് വാ. നീ ജീവിതത്തിന്റെ തകർച്ചകളില് അവൻ എങ്ങോട്ട് പോകുന്ന അറിയാതെ നട്ടക്കണ്ണം തിരിഞ്ഞ് ജീവിതത്തിന്റെ പാതകൾ അലഞ്ഞുടർന്നപ്പോൾ അവൻ ഈ നല്ല നാഥൻ വന്ന്, ഈ നല്ല യജമാനൻ വന്ന് തന്റെ വിവാഹത്തിന് നിന്നെ വിളിച്ചു. പക്ഷെ പ്രശ്നം എന്താ? യേശു പറഞ്ഞ വിവാഹത്തിന് എല്ലാവരും വന്നപ്പോൾ അവരെങ്ങനെ വന്നെന്നറിയാമോ? കല്യാണ വസ്ത്രം ധരിച്ചോണ്ട്. ഈ ഒരുത്തന്നെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന അവന് തോന്നിയതുപോലെ കയറി വന്നു. യജമാനൻ കല്യാണ പന്തിയിലോട്ട് വന്നപ്പോൾ ഒരുത്തൻ ഇരിക്കുന്ന കല്യാണ വസ്ത്രം കിട്ടാതെ വഴിയിൽ തോന്നിയതുപോലെ കയറി. സഹോദര, എന്ത്? അവനെ ബൈബിൾ പറയുന്നു, അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളി. ഇന്ന് പകൽക്കാലം നിന്നെ കല്യാണ സദ്യക്ക് ക്ഷണിച്ചു. ദൈവമകനാകാൻ അവൾ അധികാരം തന്നേ ഉള്ളൂ. ഇവരെ ആയിട്ടുണ്ടോ എന്നൊന്ന് നീ ചോദിക്കണം. നീ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല നിന്റെ പ്രതികരണം. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ അവൻ അപ്പനെ പ്രസാദിപ്പിക്കാൻ മക്കൾ എപ്പോഴും കൊതിക്കും. അപ്പനെ പോലെ ആകാനായിരിക്കും മക്കളുടെ കൊതി. അതാ നമ്മുടെ ഈ വർഷം ക്രിസ്തുവിനെ പോലെ ആകാൻ നമ്മുടെ ആഗ്രഹം. ദൈവം വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ ഉള്ളിൽ ഈ ഭൂമിയിൽ നീ ജോലിക്ക് പോകുന്നതിനേക്കാള് ഇന്ന് രാവിലെ ഏറ്റവും ബെസ്റ്റ് ഇഷ്ടമുള്ള കാര്യം നീ എഴുന്നേറ്റ് ചെയ്യുന്നതിനേക്കാൾ നിന്റെ ഉള്ളിലെ തുടിപ്പായിരിക്കും നീ ദൈവത്തിന്റെ സന്ധി ചെല്ലണമെന്ന്. അങ്ങനെയാണ് നീ കിടന്നുറങ്ങത്തില്ല. നീ അതിരാവിലെ എഴുന്നേറ്റ് ഒരുങ്ങും. അതുകൊണ്ട് അവിടെ പറയും, നീ വരുമ്പോൾ എങ്ങനെയാ വരേണ്ടത്? വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വരണം. നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ വരാഞ്ഞത് നന്നായി. കാരണം നീ വന്നാൽ അവൻ ഒരുക്കത്തോട് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വന്നിരിക്കുന്നവരെ അവൻ ഹൗ ആർ യു ഹിയർ? നീ എങ്ങനെയാ വന്നിരിക്കുന്നത്? വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നീ വന്നിട്ട് യാതൊരു കാര്യമില്ല. അവൻ സ്വന്തം, കാരണം അവൻ നോക്കും, നടകൊള്ളും നമ്മുടെ മധ്യേ. നമ്മുടെ യേശു നടകൊള്ളുന്നുണ്ട്. അവൻ സ്വന്തം വിരുന്നു വഴിയിൽ നമ്മുടെ മധ്യേ പന്തിയിൽ അവൻ നടകൊള്ളുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ വസ്ത്രത്തെ അവൻ കാണുന്നുണ്ട്. മനുഷ്യരെ മറയ്ക്കാം, സ്വന്തക്കാരെ മറയ്ക്കാം, വീട്ടുകാരെ മറയ്ക്കാം, നല്ലെണ്ണയും നിന്നെയും ഉള്ളതുപോലെ കാണുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം നീ ഒരുക്കത്തോടാണോ, കണ്ണീരോടുകൂടിയാണോ കടന്നു വന്നിരിക്കുന്നത്? അവനെ ആരാധിപ്പാൻ എങ്ങനെയാ വന്നിരിക്കുന്നത്? അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകൾ കാണുക. അവന്റെ നാമത്തിൽ അപ്പൊ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ. അല്ലല്ല, അതിന് മുമ്പത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം. ആ വിശുദ്ധാലങ്കാരം ധരിച്ച് നീ അവനെ നമസ്കരിക്കണം. യു ആർ ഹിയർ ടു വർഷിപ്പ് ഹിം. എന്തിനാ? അവൻ ശബ്ദം നിനക്ക് വേണ്ടി മുഴക്കുന്ന ദൈവം. അവൻ വചനം നിനക്ക് വേണ്ടി കേൾപ്പിക്കുന്ന ദൈവം. കാരണം കുഞ്ഞെ, ദൈവ പൈതലാകാൻ നിന്റെ ആരംഭം ശബ്ദമായി വചനമാണ്. കുടമനഗതിയ അറകൾ ഘടനകസിയ ആ ശബ്ദം നിനക്ക് വേണ്ടി മുഴക്കുമ്പോൾ, ആ ശബ്ദം നിനക്ക് വേണ്ടി 24 മണിക്കൂറും ദൈവം കേൾപ്പിക്കുമ്പോൾ ഓർത്തോണം, നിനക്ക് വേണ്ടി മുഴങ്ങുന്ന ശബ്ദം എവിടെയുണ്ട്? അവൻ ആര് വന്ന് എന്നെ രക്ഷിക്കുമെന്ന് വിചാരിക്കും. ഇന്ന് അവന്റെ ശബ്ദമുണ്ട്. ഏത് പ്രശ്നത്തിനും ദ സൗണ്ട്, ദ വോയിസ് ഓഫ് ദ ലോർഡ് ഈസ് ഹിയർ. അവൻ നോക്കണം. നീ അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, പെരുവെള്ളം വരുന്നു മോനെ. അവൻ ദൈവമേ പെരുവെള്ളം വരുന്നു. നിങ്ങൾ യേശു ഉപമ പഠിപ്പിച്ചു. അവൻ സ്വന്തം ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത
ബുദ്ധിയുള്ള മനുഷ്യനും മണലിൽ മേൽ വീട് പണിത ഒരു മനുഷ്യൻ. ഇന്ന് പകൽക്കാലം ഒരു പണിക്ക്, ഒരു ഗ്രോത്തിനാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നീ മണൽമേൽ ആ വീടുണ്ടാക്കുന്നതെങ്കിൽ, നീ ആഴക്കുഴിച്ച് പാറയാകുന്ന വചനത്തിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന വ്യക്തിയാണെങ്കിൽ, യുവർ നേച്ചർ വുഡ് നെവർ ബി ലൈക്ക് ദിസ്. യു വിൽ നെവർ സെർവ് ദ ലോർഡ് ലൈക്ക് ദിസ്. യു വിൽ നെവർ ബിഹേവ് ലൈക്ക് ദിസ്. നീ ഒരിക്കലും ആഴക്കുഴിച്ച് പാറമേൽ വചനമാണ് നിന്റെ അടിസ്ഥാനമെങ്കിൽ ആരാധനകളെ നീ ലാഘവത്വത്തോടെ എടുക്കത്തില്ല. ബേസിക് ടീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. സ്വന്തം ചെയ്യുന്നു. നോക്കൂ, എന്നാൽ ഒരു മനുഷ്യൻ മണൽമേൽ പണിതു, വേറൊരു വ്യക്തി ആഴക്കുഴിച്ച് പാറമേൽ പണിതു. അടുത്ത പറയുന്നതാ, അവൻ പെരുവെള്ളങ്ങൾ എന്ത് ചെയ്തു വന്നു, അല്ലേ? സ്വന്തം ചെയ്യുന്നു. വൻമഴ പെയ്തു, കാറ്റടിച്ചു, ആ വീട്ടിന്മേല് അടിച്ചു. ഇന്ന് പകൽക്കാലം സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, പെരുവെള്ളങ്ങൾ വരുമ്പോൾ അവന്റെ പ്രാണനോളം അത് എന്ത് ചെയ്യത്തില്ല. കുഞ്ഞേ, സ്റ്റോർംസ് ഓഫ് ലൈഫ്, പെരുവെള്ളങ്ങൾ ഉണ്ട്. ദൈവത്തിന്റെ ശബ്ദം എന്തിനാ മുഴങ്ങുന്നത്? തന്റെ ഭക്തർക്ക് വേണ്ടിയാ മുഴങ്ങുന്നത്. എവിടെ മുഴങ്ങുന്നു? പെരുവെള്ളങ്ങൾക്ക് മീതെ മുഴങ്ങുന്നു. ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന സ്റ്റോൺസ് എന്നാന്ന് എനിക്കറിയത്തില്ല. 2018 കേരളം കണ്ട ജലപ്രളയം നിങ്ങൾക്കറിയാം. 1000-ൽ പരം 1200-ൽ പരം ആൾക്കാര് ജീവനെടുത്ത ജലപ്രളയം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ജലപ്രളയം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊന്നറിയാം, ശബ്ദം കേൾപ്പിക്കുന്ന ദൈവമുണ്ട്. പെരുവെള്ളങ്ങളുടെ മീതെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതം ആ ശബ്ദത്തിന് അടിസ്ഥാനമുള്ളതാണെങ്കിൽ വരും, വേദനകൾ വരും, തളർച്ചകൾ വരും, നിന്റെ കൈയോ കാലോ അനക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. കൊടുങ്കാറ്റുകളുണ്ട്, പെരുവെള്ളങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽ ആ ശബ്ദം കേൾക്കാൻ നിന്റെ ചെവി നീ കൂർപ്പിച്ചാൽ, ആരാധനയ്ക്ക് തയ്യാറായിട്ട് വന്ന് അവൻ വിശുദ്ധാലങ്കാരം ധരിച്ച് അവനെ കൊടുപ്പാൻ നീ തയ്യാറായാൽ, നിനക്ക് വേണ്ടി പെരുവെള്ളങ്ങളുടെ മുകളിൽ ശബ്ദം മുഴക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ശബ്ദം മുഴങ്ങിയാൽ പെരുവെള്ളം നിന്റെ പ്രാണനോളം കവിഞ്ഞ് വഴത്തില്ല. അതുകൊണ്ടാണ് നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സ്വന്തം ചെയ്യുന്നു. നദികൾ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. സ്വന്തം ചെയ്യുന്നു. ആ പെരുവെള്ളം നിന്നെ കവിയാൻ ദൈവം എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഭക്തരായ വിശ്വാസികൾ, വചനം ശബ്ദത്തിൽ ബേസിട്ട ഭക്തർ പെരുവെള്ളങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യത്തില്ല, നിരാശപ്പെടത്തില്ല. പെരുവെള്ളങ്ങളുടെ മധ്യത്തിൽ അവർ ഡിറെയിൽ ആകത്തില്ല. കാരണം എന്താ? അവരെ ശബ്ദം കേൾക്കുന്നു. പുറകിലെല്ലാം തകർച്ചകൾ മുമ്പിൽ കിടക്കുമ്പോഴും ഭയങ്കര ജലപ്രളയം പ്രാണനോളം പൊങ്ങി വരുന്നത് പോലെ ഇരിക്കുമ്പോഴും അവരെപ്പോഴും കാമായിരിക്കും, അവരെപ്പോലും സ്റ്റേബിൾ ആയിരിക്കും. കാരണം അവരുടെ ചെവിയിൽ ആ ശബ്ദം മുഴങ്ങുന്നു. പെരുവെള്ളത്തിൽ വീട് മുഴങ്ങുന്ന ശബ്ദം അവരുടെ അടിസ്ഥാനം ആ ശബ്ദത്തിന്മേല, ആ വചനത്തിലാണ് അവരുടെ ബേസിസ് ഫൗണ്ടേഷൻ. അവരൊരിക്കലും കുലുങ്ങി പോകത്തില്ല. അപ്പം പെരുവെള്ളങ്ങളുടെ മീതെ ശബ്ദം മുഴക്കുന്നു. അടുത്തെന്തോ വായിച്ചാട്ട്, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്റെ ആ വാക്യം മൊത്തം വായിച്ചായിരുന്നു. മുഴങ്ങുന്നു. ശ്രദ്ധിക്കണേ, പെരുവെള്ളത്തിന് മീതെ പ്രതികൂലങ്ങൾ ഉയർന്ന് ശക്തിയോടെ വരുമ്പോൾ ഇടി മുടക്കുന്ന ഒരു ദൈവം. ഭക്തന്മാർക്ക് പെരുവെള്ളങ്ങളുടെ മീതെ ശബ്ദം അവരുടെ ബലത്തിനാകുമ്പോൾ ഇടിയുടെ ശബ്ദം എന്താണെന്നറിയാമോ? ശത്രുവിനെ ചിതറിപ്പാൻ. എങ്ങനെ കാണാം? ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ശമൂവേലിന്റെ കാലത്ത് ഫിലിസ്ത്യരെല്ലാം അവർക്കതിൽ യുദ്ധം ചെയ്യാൻ കൂടി വരുന്ന ആ വേളയിൽ ശമൂവേൽ എല്ലാവരെയും വിളിച്ച് മിസ്ബയിലാകുന്ന കൂട്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിക്കാൻ കൂട്ടിയപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നു എന്ന് പറഞ്ഞ് ഫിലിസ്ത്യർ വലിയ സൈന്യമായി അവരെ വളയുകയാണ്. പക്ഷെ അവർ ആ വളയുന്നതിനെ നോക്കാതെ ആരാധനയ്ക്കായി ദൈവശബ്ദം കേൾക്കാൻ അവർ കൂടി വന്ന് ആരാധിക്കുമ്പോൾ ആ യുദ്ധത്തിനോ ആയുധങ്ങളോ എടുത്ത് ശത്രുവിനെ, നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ പറയുന്നത്, നീ ദൈവസന്നിധി വരുമ്പോൾ കം വിത്ത് കോൺഫിഡൻസ്. അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ശമൂവേൽ ഇട്ടിട്ട് പോകാനോ ആരോടും അവിടെ പോയി യുദ്ധം ചെയ്യുന്ന പറഞ്ഞില്ല. അവര് ദൈവത്തെ അന്വേഷിക്കാൻ വന്നപ്പോൾ അടുത്ത പറയാം, പെരുവെള്ളം കവിഞ്ഞു വരികയാണ് അവർ തകർക്കാൻ. അന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ഇട്ടി മുഴക്കി, ചിതറി.
നിന്നെ തകർക്കാൻ ശത്രു പെരുവെള്ളം. നിങ്ങൾക്കറിയാം, അവൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇസ്രായേൽ മരുഭൂമിയിൽ ഒളിപ്പിച്ച ഇസ്രായേലിനെ മുക്കാൻ വായിൽ നിന്ന് പെരുനദി ഒഴുക്കുന്ന സർപ്പം. ഇന്ന് പകൽക്കാലം നീ കൃപയിലേക്ക് കടന്നു വന്ന ദൈവവൈതലെ നിന്നെ നശിപ്പിക്കാൻ ശത്രുവായ പിശാച് പെരുവെള്ളങ്ങൾ അവൻ അയക്കാൻ കഴിയും, കൊടുങ്കാറ്റുകൾ അയക്കാൻ കഴിയും. നിങ്ങൾ യോബിന്റെ കഥ പഠിച്ചാൽ മതി. നീ ചിന്തിക്കാത്ത രോഗങ്ങൾ, പെട്ടെന്നുള്ള തളർച്ചകൾ, പെട്ടെന്നുള്ള ക്യാൻസറുകൾ, അവൻ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനെതിരെ ഉയർത്താൻ പിശാചിന് കഴിയും. പെരുവെള്ളങ്ങൾ നിന്റെ ജീവനോട് ഒത്തുവരുമ്പോൾ നീ ശബ്ദം കേൾക്കുന്നവളാണെങ്കിൽ, നിന്റെ അടിസ്ഥാനം ശബ്ദത്തിലാണെങ്കിൽ നീ കുലുങ്ങിപ്പോകാൻ എന്റെ ദൈവം എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. മാത്രമല്ല, പെരുവെള്ളം കവിഞ്ഞു വീഴുമ്പോൾ അതിനെതിരെ ഇടിമുഴക്കി അവൻ ശാന്തത വരുത്തിയ ഒതുക്കുന്നൊരു ദൈവം. ഇന്ന് പകൽക്കാലം പെരുവെള്ളങ്ങളുടെ മീതെ എന്റെ ദൈവത്തിന്റെ ശബ്ദം എന്ത് ചെയ്യുന്നു? മുഴങ്ങുന്നു. ഹല്ലേലൂയ. അവന്റെ ശബ്ദം വളരെ ശക്തിയുള്ളതാ. എത്ര വലിയ കൊടുങ്കാറ്റുകളെയും ശാന്തമാക്കാൻ കഴിവുള്ളതാ. എത്ര വലിയ കുടുംബ ലഹളകളെയും കുടുംബ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിവുള്ളതാ. അവൻ എത്ര വലിയ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളുടെ തകർച്ചകളെയും അവൻ അനുഗ്രഹിപ്പാൻ, വിടുവിപ്പാൻ കഴിവുള്ളതാ. ജീവിതത്തിൽ എത്ര വലിയ അൺസർട്ടനിറ്റീസ് ആകുന്ന പെരുവെള്ളമാണേലും അവൻ ഇപ്പോഴും ദൈവത്തിന്റെ ശബ്ദം അതിന്മേൽ വാഴുന്നു, അതിന്മേൽ മഹിമയോടെ മുഴങ്ങുന്നു. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം തലമുറകളാണോ, അതിന്റെ മേലെ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. Name it. What is your problem? ഫിനാൻഷ്യൽ ആണോ, ഫിസിക്കൽ ആണോ, മെന്റൽ ആണോ? ദൈവത്തിന്റെ ശബ്ദം അതിന്മേൽ മുഴങ്ങുന്നു. ഒരു വേള ശത്രു നിന്നെ ആക്രമിക്കാൻ നാലുപാടും വളഞ്ഞ് നിന്നെ ഇടിക്കാൻ നോക്കുകയാണെങ്കിൽ ഇന്ന് മുഴക്കി ശത്രുവിനെ ചെതറിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധമ്മ പറയുന്നത് പകൽക്കാലം. അതുകൊണ്ട് പറഞ്ഞ കർത്താവേ, എന്റെ ജീവിതം ആ ശബ്ദത്തിലാകാൻ, എന്താ ദൈവ ശബ്ദത്തിൽ, ദൈവ വചനത്തിലാകാൻ കർത്താവെ സഹായിക്കണം. എന്റെ ഫൗണ്ടേഷന്, എന്റെ ജർമിനേഷന് ആ സീഡിലാകാൻ. കാരണം ഞാൻ വളർന്നു വരുമ്പോൾ ഒരു മീഡിയോക്കർ ക്രിസ്ത്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഗ്രോ ചെയ്യുമ്പോൾ ഉഴപ്പനായ ഒരു ബിലീവറാകാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വോണ്ട് ടു ബി എ ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ. ഫലമുള്ള ഒരു ക്രിസ്ത്യാനിയാകാൻ, ക്രിസ്തു വിശ്വാസിയാകാൻ. ആ ശബ്ദത്തിൽ അധിഷ്ഠിതമാകാത്തത് തന്നെ ആ ശബ്ദം നിനക്ക് വേണ്ടി 24/7 മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ വാ, ബഹുമാനത്തോടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തോട് വാ. ഇന്ന് അവൻ ശബ്ദം നിന്നെ കേൾപ്പിക്കും. അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തതായി ദൈവശബ്ദത്തെ കുറിച്ച് പറയുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ട് 5-6 തോന്നുന്നു, വായിച്ചാട്ട്. അടുത്തതായിട്ടൊരു ശബ്ദം. ഈ ശബ്ദത്തിന്റെ പ്രത്യേകത സീഡേഴ്സ് ഓഫ് ലെബനനെ തകർക്കുന്ന ശബ്ദം. എന്താണ്? ഈ ലെബനനിലെ ദേവദാരുക്കള് വളരെ വിലകൂടിയ മരങ്ങളാണ്. അത് ഉപയോഗിച്ചാണ് രാജാക്കന്മാരുടെ അരമനകളൊക്കെയും തീർത്തിട്ടുള്ളത്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ, ശമൂല പുസ്തകം വായിക്കുമ്പോൾ, രാജാക്കന്മാർ വായിക്കുമ്പോഴൊക്കെയും നിങ്ങൾ കാണാൻ കഴിയും. ശലോമോന്, ദാവീദൊക്കെയും അവൻ ആൾക്കാരെ അയച്ച് ചിലരെ കൊണ്ട് അവൻ ആ ലെബാനോനിലെ മരങ്ങളൊക്കെ മുറിപ്പിച്ച് അവൻ ദേവദാരു കൊണ്ട് അരമനകളെ തീർത്ത അത് മനുഷ്യന്റെ പ്രൈഡിനെ, മനുഷ്യന്റെ അഹങ്കാരത്തെ, മനുഷ്യന്റെ ധൈര്യത്തെ, മനുഷ്യന്റെ ബലത്തെ, സെൽഫ് റിലയൻസിനെ, അവൻ സെൽഫ് ഹ്യൂമൻ സ്ട്രെങ്ത്തിനെ ഒക്കെ കാണിക്കുന്ന കാര്യമാണ് ലെബാനോനിലെ ദേവദാരുക്കൾ. അവൻ ആ ദേവദാരു കൊണ്ട് വലിയ അവൻ മന്ദിരങ്ങളൊക്കെ തീർത്തിട്ട് എന്റെ കൊട്ടാരമാണ് ഇത്ര വലിപ്പമുള്ളതൊക്കെ കാണിക്കാൻ രാജാക്കന്മാർ ശ്രമിക്കുമ്പോൾ ദേവദാരു ഇന്നത്തെ നാട്ടിലെ പോലെ ചില പറയുന്നത് എന്റെ വീട് അതിന്റെ ഉത്തരവൊക്കെ ഈട്ടി കൊണ്ടുണ്ടാക്കിയ ദൂരത്തില് അവരെ. കാരണം ആ വീട്ടിൽ വരുമ്പോൾ ചുമ്മാ സാധാ തടിയല്ല, വില കൂടിയ തടിയാണത്. എല്ലാ ഫർണിച്ചേഴ്സും വില കൂടിയ. അപ്പൊ നമ്മൾ പറയാം തടിയുടെ മഹിമയും വില അറിയാൻ വേണ്ടി ആ തടിയുടെ പേര് പറയുന്ന പോലെയാണ് ദേവദാരു. അന്ന് മനുഷ്യന്റെ പ്രൈഡിനെ, മനുഷ്യന്റെ കഴിവിനെ, മനുഷ്യന്റെ സ്ട്രെങ്തിനെ, അവൻ സെൽഫ് റിലയൻസ്, സ്വയാശ്രയത്തെ ഒക്കെ കാണിക്കുന്നതാണ് ലെബനോനിലെ ദേവദാരുക്കൾ. നീ ദിവസത്തിൽ കടന്നു വന്ന അടുത്തൊരു പ്രത്യേകതയാണ്. എന്റെയും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ അഹന്തയുണ്ട്. There are self-pride. ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങളെ കുറിച്ചില്ല. ഞാൻ പലപ്പോഴും തിരിച്ചു അറിയുമ്പോൾ തൊട്ടടുത്തൊരു വ്യക്തിയോട് ഞാൻ പറയുകയോ, അവൻ ദൈവദാസനായിരുന്നിട്ടും എന്റെ ഉള്ളില് ഇതുണ്ടല്ലോ. അത് കാണുമ്പോൾ മറ്റുള്ളവരെ ആരെയും വിധിക്കാൻ എനിക്ക് തോന്നി. ഞാൻ വിളിക്കുമ്പോൾ ഞാൻ എന്നോടാ സംസാരിക്കുന്നത്, നിങ്ങളോട് അടുമല്ല പറയുന്നു. ഐ ആം ടെല്ലിംഗ് ടു മൈസെൽഫ്. അവൻ സ്വന്തം ചെയ്യുന്നു. കാരണം എന്നിലെ സെൽഫ് പ്രൈഡ്, എന്നിലെ സെൽഫ് റിലയൻസ്, എന്നിലെ ഹ്യൂമൻ സ്ട്രെങ്ത്, എന്നിലെ ആശ്രയം ആമേശ്വരം ആ ദേവദാരുക്കും. പക്ഷെ ഈ ശബ്ദത്തിന്റെ പ്രത്യേകത, നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ശബ്ദമാണെങ്കിൽ, ഈ ശബ്ദം ശ്രമിക്കാനാണ് ദൈവസ്ഥിതി വരുന്നതെങ്കിൽ, ഈ ശബ്ദത്തിന്റെ പ്രത്യേകത ദേവദാരുക്കളെ എന്ത് ചെയ്യും? തകർക്കും.
നിന്റെ ജീവിതത്തിലെ അഹന്തകളെ, ഉന്നത ഭാവങ്ങളെ, ഇന്ന് പകൽക്കാലം നിന്റെ ക്രിസ്ത്യൻ ലൈഫ് ബേസ്ഡ് അപ്പോൺ അവൻ സ്വന്തം ചെയ്യുന്ന സെൽഫ് റിലയൻസ് ആണെങ്കിൽ, നിനക്ക് എന്തെങ്കിലും അറിയാവുന്ന ഒരു ചിന്തയാണെങ്കിൽ, നിനക്ക് കൃപ കൂടിയത് കുഞ്ഞെ, ഇന്ന് പകൽ ആ ശബ്ദം നിന്റെ സെൽഫ് പ്രൈഡിനെ, നിന്റെ അഹന്തയെ തകർക്കുന്ന ശബ്ദമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. അവൻ സ്വന്തം ദൈവത്തിന് എന്നെ കുറിച്ച് നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുള്ളപ്പോഴത്തോടെ അവൻ താഴ്ന്ന നിലത്തെ വേരോടു, അവിടെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? തുണ ചെയ്യത്തുള്ളൂ. അഹങ്കാരമുള്ള നിന്റെ സ്വഭാവം നിന്റെ വളർച്ചയ്ക്ക് ഡെട്രിമെന്റ് അല്ല. അവൻ ഉന്നത ഭാവമുള്ള നിന്റെ നേച്ചർ നിന്റെ ഗ്രോത്തിന് വലിയ ഹിൻഡ്രൻസ്. അവൻ അതുകൊണ്ട് നീ ദൈവ പൈതലായിട്ട് ദൈവവചനത്തിൽ അടിസ്ഥാനമായി ബേസ് ചെയ്ത് നിന്റെ റൂട്ട് നീ ആരംഭിക്കുമ്പോൾ, വചനം ആ ശബ്ദത്തിൽ ആരംഭിക്കണം. ആ ശബ്ദത്തിന് പ്രത്യേകത. ആ ശബ്ദം നീ കേൾക്കുമ്പോൾ നിന്നിലെ ഉന്നത ഭാവത്തെ, നിന്നിലെ അഹങ്കാരത്തെ, നിന്നിലെ ദേവദാരുക്കളെ തകർക്കുന്ന ശബ്ദമാണത്. അവൻ വനങ്ങളെ തോലുരിക്കുന്ന അത്ഭുത ശബ്ദമാണത്. ഇന്ന് പകൽക്കാലം നിന്നിൽ അഹന്തകളെ അവൻ തകർക്കുന്ന അത്ഭുത ശബ്ദമാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്നിലെ അഹന്ത എന്നെ തകർക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. അതാണ് യോശിയാവിനെ പറ്റിയത്. ശ്രദ്ധിച്ചു കേട്ടോണം. യോശിയാവ് എന്ന് പറയുന്നത് ഇസ് ദ ബെസ്റ്റ് കിങ്. ജോസായ ഏറ്റവും നല്ല രാജാവായിരുന്നു. ബൈബിള് പറയുമ്പോൾ ഏറ്റവും എൻഡില് അവന്റെ റിട്ടേണിംഗ് പോയിന്റ് വന്ന വേർഡായിരുന്നു. ശ്രദ്ധിച്ചോണം. ഒരു മർമ്മം കൂടെ പറയാം. ചിലരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേർഡായിരുന്നു. ആ വേർഡാണ് അവർ റിപ്പൻഡൻസിലേക്ക് കൊണ്ടുവന്നത്. ഈ 12 ഈ രാജാവ് ചെറുപ്പമായിരുന്നപ്പോ ഈ വചനം വന്ന് കേട്ടപ്പോൾ 25 തോന്നുന്നു. ഈ വചനം കിട്ടി എന്ന് പറഞ്ഞ് അവൻ സ്വന്തം ദേവാലയത്തിൽ കണ്ടെടുത്തുകൊണ്ട് വായിച്ചപ്പോ കേട്ട ഉടനെ ഇതുപോലെ റിപ്പൻഡ് ചെയ്ത് വേറൊരു രാജാവില്ല. പെട്ടെന്ന് അവൻ പെസഹ നമുക്ക് ആചരിക്കണം. അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേർഡാ. പക്ഷേ ഒരു കാര്യം മറന്നുപോയി. ഈ ശബ്ദം എപ്പോഴും മുഴക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ അത് ഫറോ രാജാക്കന്മാർ കൂടി ആ ശബ്ദം അതുകൊണ്ട് ഒരു ദൈവത്തിലാകുമ്പോൾ എപ്പോഴും ഹമ്പിൾ ആയിരിക്കണം. എനിക്കെല്ലാം അറിയാവുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് ചിലപ്പോൾ ശത്രുക്കളിൽ നിന്നായിരിക്കാം ശബ്ദം മുഴങ്ങുന്നത്. നീ ഏറ്റവും വെറുക്കുന്ന വ്യക്തിയിൽ നിന്നായിരിക്കാം ശബ്ദം വരുന്നത്. എന്റെ ചെവി എപ്പോഴും ഉണ്ടായിരിക്കണം. ഫറവോനായി നെക്കോ പറഞ്ഞ ദൈവവചനങ്ങളെ അങ്ങനെ ബൈബിൾ പറയുന്നത് യോശിയാവ് ശ്രദ്ധിച്ചില്ല. ഓർത്തോണം, കുറച്ചെനിക്ക് വചനം അറിയാമെന്നൊരു ചിന്തയിൽ നീ ഓടുന്നൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഓർത്തോണം, അഹന്ത ആ ദേവദാരു നിന്നെ തകർച്ചയിലേക്ക് എത്തിക്കും. യോശിയാവ് ഉണ്ടായിരുന്നപ്പോൾ യെരമ്യാവ് ഒത്തിരി സന്തോഷിച്ചു. ഇതുവരെയും ദൈവത്തെ പിൻപറ്റാതെ ദൈവവഴികൾ വിട്ടു നടന്ന യഹൂദ മടങ്ങി വരുമല്ലോ എന്നൊരു ഹോപ്പ് യെരമ്യാവിനുണ്ടായിരുന്നു. എന്നാൽ അതിനിടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം. ഉന്നത ഭാവം, ആത്മീയ നഗളം വലിയൊരു അപകടമാണ്. പ്രിയമുള്ളവരെ, സ്പിരിച്വൽ പ്രൈഡ് നമുക്കുണ്ടാകല്ലേ. നാം നിൽക്കുന്ന കൃപയാല നോക്കണം. അത് വന്നു കഴിഞ്ഞപ്പോൾ he did not even heed to the voice of നെക്കോ. ഇവിടെ പറയും നെക്കോ പറഞ്ഞ ഡിവൈൻ വേർഡ്സിനെ, ദൈവവചനങ്ങളെ ജോസിയാവ് ശ്രദ്ധിച്ചില്ല. എന്തുപറ്റി? യുദ്ധത്തിൽ അവനെതിരെ പോയി, യുദ്ധത്തിൽ മുറിവേറ്റു, മടങ്ങി മരിച്ച് കൊട്ടാരത്തിലെത്തുന്നു. അന്നാണ് യെരമ്യാവ് വിലാപങ്ങളുടെ പുസ്തകങ്ങൾ എഴുതുന്നത്, ബുക്ക് ഓഫ് ലെമന്റേഷൻസ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകങ്ങൾ എഴുതപ്പെടാൻ ഇടയാകല്ലേ. നമ്മളെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകങ്ങൾ എഴുതപ്പെടാൻ ഇടയാകല്ലേ. ഇന്ന് പകൽ നീ ആരാധിക്കുമ്പോൾ അവന്റെ ശബ്ദം മഹിമയോട് മുഴങ്ങുകയാണ്. നിന്റെ ഉള്ളിലെ അഹങ്കാരത്തെ നിനക്ക് തിരിച്ചറിയുന്നില്ല. നിന്റെ കുറവ് നീ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും ഈ ഇഗ്നോർ ചെയ്ത് പോവുക. അവൻ ഇന്ന് പകൽക്കാലം ലെറ്റ് ദ പ്രൈഡ് ആകുന്ന സീഡേഴ്സ്, അതിനെ ദൈവശബ്ദം ഇന്ന് പകൽക്കാലം തകർക്കട്ടെ. ലെറ്റ് ദ വോയിസ് ഓഫ് ദ ലോർഡ് ബ്രേക്ക് എവറി സീഡേഴ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന എല്ലാ ഉന്നത ഭാവങ്ങളാകുന്ന ദേവദാരുക്കളെ ശബ്ദം തകർക്കട്ടെ. ആ ശബ്ദം 7 വട്ടം ദൈവശബ്ദമെന്ന അവസരത്തിൽ പറയുന്നു. നിനക്ക് വേണ്ടി മുഴങ്ങുന്ന, നിന്നെ കുറിച്ച് കെയർ ചെയ്യുന്ന, നിനക്കൊരു സോളിഡ് ഫൗണ്ടേഷൻ തരാൻ ആഗ്രഹിക്കുന്ന, നിന്റെ ഗ്രോത്തിൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനമാകുന്ന ശബ്ദം, ദൈവശബ്ദമാകുന്ന വചനം ഇന്ന് പകൽ മുഴങ്ങുന്നു. ആ ദേവദാരുക്കൾ ഇന്ന് പകൽ ദൈവ അനുഗ്രഹത്തിന് വിരുദ്ധമായി നിന്നിലുള്ള അഹന്തകളാകുന്ന ദേവദാരുക്കൾ ബ്രോക്കൺ ആകട്ടെ, തകരട്ടെ. ദേവദാരുക്കളെ തകർക്കുന്ന ശബ്ദം മുഴങ്ങട്ടെ. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ 5-6 വാക്യങ്ങൾ വായിച്ചോട്ടെ. അവൻ സ്വന്തം 5-6 വാക്യങ്ങൾ ഒരിക്കലും വായിച്ചോട്ടെ. ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. ലബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെ സിരിയോനെയും കാട്ടുപോത്തിൽ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. ആമേൻ. മാത്രമല്ല തുള്ളിക്കുന്ന ഈ വചനം, ഈ അഹന്ത മാറിക്കഴിഞ്ഞാൽ ദേവദാരു പ്രൗഢിയോട് അവർ സ്ഥലം വിട്ട് മാറത്തില്ല. ഉറച്ച് എനിക്കറിയാം, ഞങ്ങൾ എത്ര ആരാധന കണ്ടുള്ള അവൻ സ്തുതിക്കാനോ തുള്ളിച്ചാടാനോ ഒക്കെ അവർക്ക് പ്രയാസമാണ്. ദാവീദിന്റെ നേച്ചർ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് മീക്കള്
അവൻ സ്വന്തം ചെയ്യുന്നു. ദാവീദിനെ നിന്ദിച്ചത് കാരണം അവൻ പോയി പട്ടാളത്തിന് മുമ്പിൽ കിടന്ന് എല്ലാം മറന്ന് ഡാൻസ് ചെയ്യണം, തുള്ളിച്ചാടാനും ആരാധിക്കാനും തുടങ്ങി. ദൈവസന്നിധി വരുമ്പോൾ ആരാധനയുടെ സ്ഥലമാണ്. നിന്നെ തന്നെ മറക്കുന്ന നിന്റെ പദവി, യു ബിക്കം നത്തിങ് ആൻഡ് സീറോ. ഒരു എയർ തുള്ളിച്ചാടുന്ന അവസ്ഥ, ആരാധനയുടെ ദൈവമുള്ള ഇടം, ആനന്ദത്തിന്റെ സ്ഥലമാണ്, ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന ഇടമാണ്, തുള്ളിച്ചാടുന്ന ഇടമാണ്. അവിടെ ദാവീദ് ഒരു ലിനൻ അവൻ ക്ലോത്തും ധരിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്ന മീകൾ കൊട്ടാരത്തിന്റെ വാതിൽക്കട, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ നിന്ന് അവിടെ നോക്കും. അവിടെ ഉള്ളത്തിൽ അവനെ നിന്ദിച്ചു. ഈ ദേവദാരു അഹന്തകളെ തകർക്കുന്ന ദേവദാരു വന്നാണല്ലോ നിന്നെ കാട്ടുപോത്ത് തുള്ളിയെ പോലെ തുള്ളിച്ചാടിക്കുന്ന നിന്റെ ഉന്നത ഭാവം, എനിക്കറിയാവുന്ന ഭാവം മാറ്റിയിട്ട് ദൈവത്തെ പ്രൈസ് ചെയ്യിക്കുമാറാക്കുന്ന, തുള്ളിച്ചാടുമാറാക്കുന്ന അവൻ ആണ് ഈ അത്ഭുതത്തിന്റെ വചനം. ഓർത്തോണം, ഇന്ന് പകൽക്കാലം ഉന്നത ഭാവങ്ങൾ, സ്പിരിച്വൽ പ്രൈഡ് തകരട്ടെ. ദൈവത്തിൽ ആനന്ദിപ്പാൻ, സ്തുതിപ്പാൻ ദൈവം നമുക്ക് കർത്താവ് കൃപ ചെയ്യട്ടെ. അവൻ സ്വപ്നം ചെയ്യുന്നു. നീ അടുത്ത 7ാമത്തെ വാക്യം വായിച്ചാട്ട് അവൻ ഈ ശബ്ദത്തിന് വേറെ പ്രത്യേകതയുണ്ട്. അവൻ ശ്രദ്ധിക്കണം, അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നതാണ് ഈ ശബ്ദം. എന്താണ് ഇതിന്റെ പ്രത്യേകത? നിങ്ങൾക്കറിയാം, തീ അഗ്നി. അവൻ നമുക്കറിയാം, നീ തീയിൽ കൂടി കടന്നാൽ നീ എന്ത് ചെയ്യത്തില്ല? വെന്തു പോകത്തില്ല. അഗ്നിജ്വാല നിന്നെ എന്ത് ചെയ്യത്തില്ല? എന്തിനാ തീ? നിന്റെ ജീവിതത്തിലെ ഫയർ എന്തിനാ? അവൻ സ്തോത്രം 4ാമനെ വെളിപ്പെടുത്താനാണ് ജീവിതത്തിലെ തീ. അവൻ സ്തോത്രം നിന്നിലെ കീടങ്ങളെ കളയാനാണ് ജീവിതത്തിലെ തീ. അവൻ പലപ്പോഴും നീ തീ കണ്ടിട്ട്, പ്രശ്നം കണ്ടിട്ട് ദൈവത്തോടും അവൻ പരിഭവം തോന്നി, മനുഷ്യരോടും പരിഭവം തോന്നി. ഇന്ന് നീ ആയിരിക്കുന്നെങ്കിൽ കുഞ്ഞെ, അവൻ നിന്റെ വിഷൻ ഒന്ന് മാറ്റി. പരിശുദ്ധമ്മ പറയുക, തീ നിന്നെ ശുദ്ധീകരിക്കാനാണ്, നിന്റെ ഗ്രോത്തിന് വേണ്ടിയാ ദൈവം തീ തന്നിരിക്കുന്നത്. നിന്നെ തീക്കകത്ത് ഇടുന്നത് നിന്റെ ഡ്രോസ് മാറ്റിക്കളയാനാ, നിന്റെ അവൻ കീടങ്ങളെ മാറ്റിക്കളയാനാ, നിന്നെ ക്ലെൻസ് ചെയ്യാനാ. കാരണം ഓർത്തോണം, ബൈബിളിനെ കുറിച്ച് പറയുന്ന, വചനത്തെ കുറിച്ച് പറയുന്നത് ഉലയിലിട്ട് 7 വട്ടം ശുദ്ധി ചെയ്ത വെള്ളിക്ക് സദൃശമാണ് ഈ വേർഡ്. തീ നിന്നെ ആ ഫർണസിൽ കൂടി കടത്തി വിടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ ശുദ്ധീകരിക്കാൻ. പക്ഷെ പ്രത്യേകതയുണ്ട്, ഈ ശബ്ദം നിനക്ക് വേണ്ടി തീക്കകത്ത് മുഴങ്ങും. നിന്നെ തീക്കകത്തൂടെ പോകാൻ വിടുമെങ്കിലും തീജ്വാലകളെ എപ്പോൾ ചിഹ്നിക്കണമെന്ന് അവനറിയാം. നീ തീക്കകത്ത് കിടന്ന് ഒത്തിരി നേരം കിടന്നാൽ ബന്ധുരുകി നീ ഒലിച്ചു പോകും, സമ്മതിക്കത്തില്ല. ശബ്ദം മുഴക്കും, തീജ്വാലകളെ ചിഹ്നിക്കും, നിന്നെ കത്തിച്ച് കളയാൻ സമ്മതിക്കത്തില്ല. 7 മടങ്ങ് തീ അവൻ ചൂളയ്ക്ക് ചൂടുകൂട്ടി നിന്നെ വലിച്ചൊരിഞ്ഞാലും ശബ്ദം നിനക്ക് വേണ്ടി. നിനക്കറിയാം, സൗണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് സൗണ്ട് ഫ്രീക്വൻസി എന്ന് പറയും. അനേക ഫ്രീക്വൻസികളുണ്ട്. മനുഷ്യന് കേൾക്കാൻ പറ്റിയ സർട്ടൻ ഫ്രീക്വൻസി ഉള്ളൂ. നമ്മൾ ഈ ചിന്തിക്കുന്ന ആ ശബ്ദം കേട്ട് കിടക്കട്ടെ കുഞ്ഞെ, നിന്റെ റേഞ്ചിന് പുറത്ത് ശബ്ദമുണ്ട്, അറിയാമോ? ബാറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞക്കില് എന്തിനാ വിളിക്കുന്നത്, വവ്വാൽ. അതിന് നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദം എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ പറ്റും. അതുകൊണ്ടാ രാത്രിയൊക്കെ ആണെങ്കിൽ അത് എത്ര ഇതിന്റെ ഇടയിൽ കൂടെ അതിന് പറഞ്ഞു പോകാം. കാരണം നിനക്ക് കേൾക്കാൻ കഴിയുന്ന അങ്ങേപ്പുറമുള്ള സൗണ്ട് റേഞ്ചിലെ ശബ്ദങ്ങളുണ്ട്. നീ പലപ്പോഴും കേൾക്കുന്ന അവൻ സൗണ്ട് റേഞ്ചിലെ ശബ്ദം കൊണ്ടാണ് നിന്റെ അറിവിനെ വിധിക്കുന്ന. കുഞ്ഞാൻ അങ്ങേപ്പുറമുണ്ട് ശബ്ദം. തീജ്വാലകൾ ചിഹ്നിക്കുന്നു. കാരണം അവരെ തീച്ചുളയിൽ ശത്രുക്ക് മേശക്ക് അഭ്യന്തരവും വീഴുമ്പോ ഒന്നും കേൾക്കാനില്ല. പക്ഷേ തീ അവരെ തൊടുന്നില്ല. തീ റിയൽ അല്ല, ഇനി കാണുമല്ല. തീ വാസ് റിയൽ. നാച്ചുറലായ തീയാണ്, അതിന് പവറുണ്ട്. കാരണം നമ്മൾ കണ്ടു, കൊണ്ടിടാൻ പോയവരെല്ലാം എന്ത് ചെയ്തു? തീ. എന്നാൽ നിനക്ക് വേണ്ടി മാത്രം, മറ്റുള്ളവരെ അത് കത്തിച്ചു കളയുമ്പോൾ, ചാമ്പലാക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രം സൗണ്ട്, ദൈവശബ്ദം, വചനമാണ്. അതിന്റെ പ്രത്യേകം നിന്റെ ചുറ്റും മുഴങ്ങുമ്പോൾ ആ തീക്ക് നിന്നെ ടച്ച് ചെയ്യുന്ന ഡ്രസ് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് സയൻസ് തന്നെയാണ്, ക്ലിയർ ഫാക്ട്സ് തന്നെയാണ്. അൾട്രാസോണിക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങള് നിക്കൽ പ്ലേറ്റ് ചെയ്ത ചില പാർട്സ്, ASM എന്ന് പറഞ്ഞ വലിയ അത് വളരെ വില കൂടിയ സാധനങ്ങളാണ്. അത് പോയിടത്ത് അവര് ക്ലീൻ ചെയ്ത് എന്തോ ടെസ്റ്റ് നടത്തിയപ്പോ ആ ഫ്ലേക്ക് ചെയ്ത് വീണു. അത് വലിയ പ്രശ്നമായിട്ട് ഇപ്പം കറക്റ്റീവ് ആക്ഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം അത് വളരെ ഇതായിട്ട്, കാരണം നിക്കൽ പ്ലേറ്റ് ചെയ്തത് അത് ഒട്ടിയില്ല, അത് പൊടിഞ്ഞ് താഴെ വീണു. ഇവിടെ കണ്ടോ ബേക്കിംഗ് ചെയ്തപ്പോൾ അത് താഴെ വീണു. അത് വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുക. അവൻ സ്വന്തം ചെയ്യും. കാരണം ആ ഒട്ടിയിരുന്നത് അവൻ മാറിപ്പോയി. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഒരു കമ്പനി പോകുന്ന അലൈൻ പറഞ്ഞ കമ്പനി പോയിട്ട് അവര് വീണ്ടും ഇതിനെ ക്ലീൻ ചെയ്യും. അന്നേരം അവർ പറഞ്ഞു അൾട്രാസോണിക് ടാങ്കിൽ ഇടും. അൾട്രാസോണിക്
സൂപ്പർസോണിക് ഉണ്ട്, അൾട്രാസോണിക് ഉണ്ട്. സോണിക് സൗണ്ടിന്റെ വേവ്, സൗണ്ടിന്റെ വേവ് നിങ്ങൾക്കറിയാം. സ്വന്തം ബൈബിളില് പല കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ബൈബിളില് നമുക്ക് ഈ ലോകത്തിൽ പഠിക്കുമ്പോൾ സൂപ്പർസോണിക് ജെറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൂപ്പർസോണിക് ജെറ്റ് ശബ്ദത്തെക്കാൾ വേഗതയിൽ പോകുന്ന അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഫ്ലൈ ചെയ്യുന്നില്ല. സൂപ്പർസോണിക് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഇതാണ് കോൺകോഡ്. ഇവിടെ നിന്ന് ഇംഗ്ലണ്ട് വരെ എത്താനായിട്ട് സ്വന്തം ചെയ്യുന്നു 3 hour മതി അറ്റ്ലാന്റിക് മടകൾ. ഇപ്പൊ നമ്മൾ റെഗുലർ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ എത്ര 6 to 12 hours അങ്ങനെ എടുക്കും തോന്നുന്നു ഇവിടെ നമ്മൾ അവിടെ എത്താൻ. എന്നാൽ ഈ കോൺകോഡിൽ സൂപ്പർസോണിക് ശബ്ദാതിവേഗം. ഇനി അൾട്രാസോണിക് ഉണ്ട്, അറിയാം. അൾട്രാസോണിക് ഈ ഞങ്ങൾ കൊടുത്തുവിടുന്ന ഈ പാർട്സ് അവർ അൾട്രാസോണിക് ടാങ്കിൽ ഇട്ടിട്ട് അവർ ക്ലീൻ ചെയ്യും. കാരണം സാധനം കൈകൊണ്ട് വരച്ചാൽ അത് ഇത്രയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ അൾട്രാസോണിക് ഇതിന്റെ മണ്ടക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാർട്സ് സൗണ്ട് അവർ ചെറിയൊരു ഇത് പക്ഷെ നിങ്ങൾ അതിനകത്തോട്ട് ഇടുമ്പോൾ നിങ്ങളുടെ കൈ ഭയങ്കരമായിട്ട് അത് വരയ്ക്കുന്നതാണ്. വേറെ ഒന്നും കേൾക്കുന്നില്ല. അവിടെ ഒന്നും വളരെ 37,000 ഹെർട്സിലാണ് 37 അല്ല 3,700 കിലോ ഹെർട്സിലാണ് ആ അൾട്രാസോണിക് ഇത് ചെയ്യുന്നത്. ആ പാട്ട് അതിന്റെ മണ്ടയ്ക്ക് ആ വേവ് ലെങ്ത് അത്ര അധികമാണ്. അപ്പോഴത്തെ ക്ലീൻ ആകും. അതിന്റെ മണ്ടയ്ക്ക് നമ്മളെ എത്ര സ്ക്രബ്ബർ കൊണ്ട് സ്ക്രബ് ഈ പവർ വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ പറയുന്നു നിങ്ങൾ എത്ര അത് ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന അറിയത്തില്ല. ഞങ്ങളിലാണ് ആ പ്രശ്നം ആരോപിക്കാൻ നോക്കിയത്. ഫ്ലേക്ക് ചെയ്തു. നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ 1 അല്ല 3 വട്ടം ഞങ്ങൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അൾട്രാസോണിക് കൂടി വിടും. അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ ഒന്ന് നിക്കൽ എന്ന് പറഞ്ഞൊരു മെറ്റലാണ്. അലുമിനിയത്തിന്റെ മണ്ടക്കാണ് ഇത് പ്ലേറ്റ് ചെയ്യുന്നത്. അത് ഹൈ സിലിക്ക ഉള്ള മെറ്റൽ. അപ്പം ഇതിന്റെ എല്ലാം വൈബ്രേഷൻ ഓരോരുത്തരും ഫ്രീക്വൻസി ഉണ്ട് ഓരോ മെറ്റലിനും. അത് റെസൊണൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയണമെങ്കിൽ നമ്മൾ ഡ്രം ഒക്കെ അടിക്കുമ്പോൾ ആവശ്യം തൊട്ടടുത്തിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാരണം എന്താ ആ വേവ് ലെങ്തില് ഇതിന്റെ വേവ് ലെങ്ത് വരുമ്പോ അതിനോടുകൂടെ ചേർന്നാടും. സ്വന്തം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു നിക്കലിന്റെ വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കാം. അലുമിനിയത്തിന്റെ നിങ്ങൾ അത്ര പവറായിട്ട് ഇതിനെ ഉരയ്ക്കുന്നത് പോലെ അത് അപ്പോൾ അതിന് നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല. പിന്നെ ഞങ്ങൾ ചെയ്ത കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും നാളെ ചെയ്യുന്നു മറ്റോടൊപ്പം ചെയ്ത് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ. ശബ്ദം, ദൈവശബ്ദത്തെ കുറിച്ച് നമുക്ക് ആകപ്പാടെ ഇപ്പോഴത്തെ ഇടിയും അല്ലെങ്കിൽ ഭൂമൊക്കെ അങ്ങനെപ്പോലുള്ള ശബ്ദമുണ്ട്. ഈ ശബ്ദം മുഴക്കിയാല് അത് നിന്റെ ചുറ്റും മുഴങ്ങുമ്പോൾ ഈ തീജ്വാല തൊടാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് പവറിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ തീജ്വാല നിന്റെ ശരീരത്തിലോട്ട് ടച്ച് ചെയ്യുന്നില്ല. ദൈവം നിനക്ക് വേണ്ടി അൾട്രാസോണിക്കായി സൗണ്ട് മുഴക്കുന്ന ദൈവമാണ്. ശുദ്ധപരവഹത്തന നീ എത്ര വലിയ തീച്ചുളക്കകത്ത് കിടന്നാലും ഉടമനക ദൈവശബ്ദം ദൈവവചനമാകുന്ന അതാ വചനത്തിന്റെ പവർ നീ തിരിച്ചറിയണം. അത് അൾട്രാസോണിക് പവർ ഉള്ളതാ. അതിന് ക്യാൻസർ ആണെങ്കിൽ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും പല അതിന് വാട്ടർ നൈഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സ്ട്രെങ്തിനെ ഓരോ പവറിനെ സൗണ്ട് വേവ്സിനെ ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. വാട്ടർ നൈഫിനെ നമ്മുടെ ഈ സാധാ വെള്ളം അതിനെ വാട്ടർ നൈഫ് എന്ന് പറയും. നമ്മുടെ നിങ്ങൾക്കറിയാമോ ഈ വാട്ടർ നൈഫ് വെച്ച് വലിയ മെറ്റൽസ് മുറിക്കാം. അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് നേർരേഖയിൽ ആ വെള്ളം അയച്ചു കഴിഞ്ഞാല് ഇരുമ്പ് മുറിക്കാം. വാട്ടർ നൈഫ് കൊണ്ട് ഞങ്ങള് വാട്ടർ നൈഫ് ക്ലീനിങ് ഉണ്ടായിരുന്നു കഡോണിൽ. വാട്ടർ നൈഫ് എന്ന് പറയും. ആ വെള്ളത്തിന്റെ ഇതിനെ ഷാർപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് വരെ അത് മുറിക്കും. ഇരുമ്പല്ല, എത്ര വലിയ ഹാർഡ് മെറ്റലാണേലും. അതേപോലെ സൗണ്ടും നിനക്ക് വേണ്ടി ആ പവർ, ആ എനർജി. ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീജ്വാലകൾ എന്ത് ചെയ്യും? ക്ഷണിക്കും. ആവശ്യത്തിന് തീ കത്താൻ സമ്മതിക്കും. കാരണം എന്താ? നിന്നെ കീഴം പോകണം. പിന്നെ അത് നിന്നെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. തീയിൽ കൂടെ കടക്കേണ്ടി വരും, അഗ്നിയിൽ കൂടെ പോകേണ്ടി വരും. പക്ഷെ അത് നിന്നെ ദഹിപ്പിക്കാൻ എന്ത് ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നിനക്ക് വേണ്ടി ശബ്ദം മുഴങ്ങുന്നു. അഗ്നിജ്വാലകളെ ചിന്നിച്ചു കളയുന്ന, അതിന്റെ പവറിനെ ഡൈവേർട്ട് ചെയ്ത് കളയുന്ന. ശരിയാണ്, നീ തീച്ചുളെ കൂടെ ആയിരിക്കാം ഇന്ന് പകൽക്കാലം വചനം കേൾക്കുമ്പോൾ പോകുന്നത്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി സൗണ്ട് ചെയ്യുന്ന വചനം, അതിന്റെ പവർ നീ മനസ്സിലാക്കുക. അതാ വചനം, അതാണ് എന്റെ യേശു, അതാണ് എന്റെ യേശു. അതാ വചനം നിനക്ക് വേണ്ടി മുഴങ്ങുന്ന വചനം, നിനക്ക് വേണ്ടി മുഴങ്ങുന്ന വചനം. അഗ്നിജ്വാലകളെ ചിന്തിക്കുന്ന അത് ഏത് രോഗമാണേലും, ഏത് വേദനയാണെങ്കിലും, ഏത് പെയിനാണേലും, ഏത് ക്യാൻസർ ആണേലും ഇന്ന് പകൽ അവന്റെ സൗണ്ട് ഒന്ന് മുഴക്കിയുണ്ടല്ലോ. അഗ്നിജ്വാലകളെ ചിന്തിക്കുന്ന ശബ്ദമൊന്ന് മുഴക്കിയുണ്ടല്ലോ. തീജ്വാല നിന്നെ തൊടാനിടയാകത്തില്ല. അവിടെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോ, നിന്റെ ജീവിതത്തിന്റെ അഗ്നികളില് നിന്നെ ശുദ്ധീകരിക്കും.
പക്ഷേ നിന്നെ തകർക്കാൻ ദൈവം ചെയ്യത്തില്ല. ഇതുപോലെ അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കണം. ഇന്ന് നീ ഏത് പ്രശ്നത്തിൽ കൂടി, ഏത് വേദനയിൽ കൂടി, നീ ഏത് ക്യാൻസറിൽ കൂടെ പോകണം, കർത്താവേ തീജ്വാലയുണ്ട്, പക്ഷേ അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്ന ശബ്ദവും എനിക്കുണ്ട്. എന്റെ അടിസ്ഥാനം ആ ശബ്ദത്തിലാണ്, എന്റെ ബേസ് ആ ശബ്ദത്തിലാണ്, എന്റെ വളർച്ച ജനനം ആ ശബ്ദത്തിലാണ്, ആ വചനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഗ്നിജ്വാല എന്നെ തകർക്കാനിടയാകത്തില്ല. നീ ധൈര്യം പ്രാപിപ്പാനിടയായി തീരും. അടുത്തത് നമുക്ക് വായിക്കാം. 8-9 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ഓർത്തോണം, പ്രതികൂലങ്ങൾ, തീകൾ നിന്നെ നിന്നെ കുറ്റബോധം വരുത്തും. നിന്നെ കറക്റ്റ് ചെയ്യും. നിന്നെ ക്ലീൻ ചെയ്യും. പക്ഷെ തകർക്കാൻ ഇടയാകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിനക്ക് വേണ്ടി മുഴങ്ങുന്ന ഒരു ശബ്ദം തീക്കകത്തുണ്ട് എന്ന് നീ മറന്നു പോകല്ല. ഇനി 8-9 വാക്യങ്ങൾ വായിക്കാം. മരുഭൂമി, ഡ്രൈനെസ്, ആത്മീയമായ ഒരു ജീവനില്ല, കംപ്ലീറ്റ്ലി ഡ്രൈ സ്റ്റാറ്റസ്, ഒരാത്മീയ ഉത്തേജനമില്ല, നീ തന്നെ കുറഞ്ഞു താണു പോകുന്ന അവസ്ഥ, നീ വളരുന്നില്ല, കംപ്ലീറ്റ്ലി ജീവിതത്തിൽ ഡ്രൈ, ലോൺലിനെസ്, അൺസർട്ടനിറ്റി, ഒരു പ്രോഗ്രസ് ഇല്ല. ഞാൻ എന്നോട് തന്നെയാണ് പ്രസംഗിക്കുന്നത്. കടന്നു വരുന്ന ജനങ്ങൾ ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നില്ല. ആത്മീയ നീ തന്നെ കുറഞ്ഞ് ഡിസ്കറേജഡ് ആയി നീ താണു പോകുന്ന സ്വന്തം വിൽഡർനെസ്, മരുഭൂമിയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ജനങ്ങൾ, നിന്നോടൊപ്പം റെസനേറ്റ് ചെയ്യാത്ത, നിന്റെ കൂടെയുള്ളവർ, നിന്റെ കുടുംബം നിന്നോട് കൂടെ റെസനേറ്റ് ചെയ്യാത്ത, നീ കുറഞ്ഞു താണു പോകുന്ന അവസ്ഥകള് സ്വന്തം ചെയ്യുന്നു. മരുഭൂമി എങ്ങും ഒരു എഴുതിയില്ല, വരണ്ട അവസ്ഥകൾ മാത്രം, വരണ്ട നിലങ്ങൾ മാത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ മരുഭൂമി നിനക്ക് വേണ്ടി മുഴങ്ങുന്നൊരു ശബ്ദമുണ്ട്. സ്വന്തം ചെയ്യുന്നു. ഇവിടെ നമ്മൾ വായിച്ചു കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം. എന്നും എന്റെ പൈതലിന്റെ ജീവിതത്തില് മരുഭൂമിയുടെ അവസ്ഥ വരുത്താൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി മുഴങ്ങുന്ന ഒരു ശബ്ദം. ആ ശബ്ദം യെശയ്യാപ്രവചനത്തിൽ കേൾക്കാൻ കഴിയും. സ്വന്തം ചെയ്യുന്നു. മരുഭൂമിയെ മലർവാടിയാക്കുന്ന അത്ഭുത സൗണ്ട്. ജീവിതത്തിന്റെ മരുഭൂമിയുടെ അവസ്ഥകളെ, ശുശ്രൂഷകളുടെ പരാജയത്തിന്റെ അവസ്ഥകളെ, ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥകളെ നിന്നെ ഡിസ്കറേജ് ആക്കി പുൾ ഡൗൺ ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറഞ്ഞ കുഞ്ഞെ, നിനക്ക് വേണ്ടി വചനം, നിന്റെ ബേസ് അതിലാകട്ടെ. നിരാശപ്പെടാതെ, മരുഭൂമി നിന്നെ തളർത്താൻ സമ്മതിക്കാതെ അതിന്മേൽ വർക്ക് ചെയ്യുന്ന ദൈവശബ്ദം കാണാൻ, കേൾക്കാൻ, എന്നിട്ട് ആ വചനത്തിൽ നിൽക്കാൻ. മരുഭൂമിയിലല്ല നിൽക്കേണ്ടത്, ആ വേടാകണം നിന്റെ ഫൗണ്ടേഷൻ. മരുഭൂമിയാ പലപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ. അവിടെ വരുമ്പോൾ നമ്മൾ തളർന്ന് വീണ്ടും പാപത്തിലോട്ട് പോയി, വീണ്ടും വോൾഡിയായി, ലോകപരമായി നീ പോയിട്ട് ആത്മീയമായി ജീവൻ പ്രാപിക്കാതെ, ഉത്സാഹമില്ലാതെ, ഒന്നും ചെയ്യാനായിട്ട് മനസ്സില്ലാതെ പലപ്പോഴും നീ പുറമോട്ട് പോകുന്ന അവസ്ഥകൾ വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധ പറയാ, എന്റെ ശബ്ദം കുഞ്ഞെ മരുഭൂമിയെ നടുക്കുന്ന ശബ്ദമാ. ഇന്ന് പകൽ നിന്റെ അടിസ്ഥാനമാ ശബ്ദത്തിന്മേലാകട്ടെ. നീ പ്രത്യാശ വെക്ക് മരുഭൂമി കാണുന്നുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവശബ്ദം അത് നിൽക്ക്. സ്വന്തം ചെയ്യുന്നു. സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. ഇനി അടുത്തതായിട്ട് സ്വന്തം ചെയ്യുന്നു, കാണുന്നു. സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വന്തം മരുഭൂമികൾ നിന്നെ തകർക്കാനുള്ള ദൈവം ഒരുക്കുകയാണ്. ചില പുതിയ പുഷ്പങ്ങൾ നിന്റെ ജീവിതത്തിൽ തരാൻ, ചില അത്ഭുതങ്ങളുടെ പൂങ്കാവനങ്ങൾ നിനക്ക് തരാൻ ദൈവം നിന്നെ ഒരുക്കുന്ന അവസ്ഥ. മുമ്പോട്ട് പോകട്ടെ. ഇനി 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഈ ശബ്ദം വീണ്ടും മുഴങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജീവൻ കൊണ്ടുവരുന്നതാണ് ഈ ശബ്ദം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം. ഈ വർഷം നീ ചിന്തിക്കുന്ന ജനനം, നിന്റെ വളർച്ചയ്ക്ക് ആരംഭം ജനനമാ. നിന്നെ ജർമിനേറ്റ് ചെയ്യിക്കുന്നതാണ് ഈ വചനം, നിന്നെ ജനിപ്പിക്കുന്നതാണ് ഈ വചനം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന പൽക്കാലം നോക്കണം. സ്വതന്ത്രം ചെയ്യുന്നു. ഇന്ന് സ്വതന്ത്രം കടിഞ്ഞൂലുകളെ സംഹരിക്കാൻ, നിന്റെ തലമുറകളെ കൊന്നുകളയാൻ സ്വന്തം ഫറവോനും അവന്റെ സൈന്യവും നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ കാണും നിനക്ക് വേണ്ടി മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദം. The voice of the Lord. The voice of the Lord. എന്താ മാൻപേടപ്പുകളെ ജനിപ്പിക്കും. ഇന്ന് നിന്റെ മക്കളോ, നിന്റെ കുടുംബമോ, നിന്റെ ഭാര്യയോ, നിന്റെ രക്തബന്ധങ്ങളോ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അവർ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നീ നിരാശപ്പെടാതെ, ഡിപ്രസ് ആകാതെ പറ, കർത്താവേ, മാൻപേടകളെ ജനിപ്പിക്കുന്ന, പുതിയ ജനനം ഉണ്ടാക്കുന്ന ദൈവശബ്ദം മുഴങ്ങാൻ ഉടമനക സഭര. നീ ആ വോയിസ് നിരാശയിൽ
നിൽക്കാതെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാര്യയെ രക്ഷയിലേക്ക് വരുത്താൻ, നിന്റെ മക്കളെ മകനെ രക്ഷയിലേക്ക് വരുത്താൻ നിനക്ക് വേണ്ടി മുഴക്കപ്പെടുന്ന ഒരു ശബ്ദമുണ്ട്. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ജീവൻ കൊണ്ടുവരുന്ന ശബ്ദം. ഇന്ന് പകൽ തലപ്പറ കർത്താവേ, ഞാൻ നിരാശയിൽ നിൽക്കാൻ പോകുന്നില്ല, ജന്മമില്ലല്ലോ, ജനിക്കുന്നില്ലല്ലോ, മാനസാന്തരം. കർത്താവെ, ഞാൻ നിൽക്കാൻ പോകുന്ന ആ വോയിസ് എന്ന് പറയുന്നത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന വോയിസ്. അത് ഞാൻ വിശ്വാസക്കണ്ണാൽ കണ്ടിട്ട് ഞാൻ എന്റെ നിരാശകളെ മാറ്റി സടകുടൻ എഴുന്നേറ്റ് ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവത്തോട് പറയാം, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ശബ്ദം നിനക്ക് വേണ്ടി മുഴങ്ങാനിടയായി തീരും. സമയമില്ലാത്തത് കൊണ്ട് ഓർത്തോണം. അവൻ സ്വന്തം ചെയ്യുന്നു. ഈ ശബ്ദം അവൻ ജീവനെ ഉളവാക്കുന്ന ശബ്ദമാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തില്, അവൻ ജീവിതത്തിന്റെ അവൻ ഇടിമുടക്കത്തിന്റെ മധ്യത്തില് നിനക്ക് വേണ്ടി ജീവൻ പുറപ്പെടുവിക്കുന്ന ഈ അത്ഭുത ശബ്ദം. ഹല്ലേലൂയ. നോക്കണം, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി നന്മയാക്കി മാറ്റുന്ന ഒരു അത്ഭുത ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ഇനി അടുത്തതായിട്ട് അവസാനത്തെ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ആ വാക്യങ്ങൾ നമുക്ക് 10-11 വാക്യങ്ങൾ വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 10-11 നോക്കണം. അടുത്തത് ഇന്ന് ജലപ്രളയത്തിന് മീതെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നീ അറിയണം. ജലപ്രളയങ്ങളുടെ മീതെ നിനക്ക് വേണ്ടി മുഴങ്ങുന്ന ശബ്ദത്തെ അറിയണം. ഈ ശബ്ദം നിനക്ക് വേണ്ടി മുഴങ്ങണം. 7 വട്ടം ആ ശബ്ദം മുഴങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായി. ഈ ശബ്ദം മുഴങ്ങുമ്പോൾ പറ്റുന്നൊരു കാര്യം, അവൻ സ്വന്തം അതിന്റെ 11-ാമത്തെ വാക്യത്തില് എന്ത് സംഭവിക്കുന്നു? ശക്തി തരും, സമാധാനം തരും. നിന്റെ അടിസ്ഥാനം ഈ ശബ്ദത്തിന്മേലാണെങ്കിൽ, ഈ പ്രതികൂലങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഉയരുമ്പോഴും നിനക്ക് ശക്തി തരും. കാലും കൈയും തളരുന്നത് പോലെ നിനക്ക് തോന്നുമ്പോഴും നീ നിൽക്കുന്നതും ഇരിക്കുന്നതും ഈ ശബ്ദത്തിന് മേലാണെങ്കിൽ നിന്റെ മേൽ ശക്തി തരും. സമാധാനം തരും. പീസ്. ഇന്ന് പകൽക്കാലം ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ അവൻ സ്വന്തം ചെയ്യുന്ന ഒരു അടയാളം. ശക്തനായിരിക്കും ആ വിശ്വാസി. അവൻ സ്വന്തം ചെയ്യുന്നു. സമാധാനമുള്ളവനായിരിക്കും ആ വിശ്വാസി. എന്ന് പകൽക്കാലം ആ ശബ്ദത്തിന്മേൽ നമുക്ക് വാഴാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ വചനമാകുന്ന കെടാത്ത ബീജമാകുന്ന ശബ്ദം അത് മറ്റാരുമല്ല, യേശുനാഥന. യേശുവാകുന്ന ആ ശബ്ദത്തിന്മേൽ നിൽക്കാൻ, ആ വചനത്തിന്മേൽ നിൽക്കാൻ നമ്മെ തന്നെ ഈ സങ്കീർത്തനമുള്ള ബന്ധത്തിൽ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ശക്തി നമുക്ക് തരും. അവൻ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം. അവൻ നമ്മെ തന്നെ സമർപ്പിക്കാൻ. പ്രിയമുള്ളവരെ, അവൻ ഈ വചനങ്ങളാദ്യമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തി തന്ന്, സമാധാനം തന്ന്, അവൻ കർത്താവിന്റെ കാഹളം മുഴങ്ങുന്ന ദിവസത്തോളം ഇല്ല, അവൻ ഈ ഭൂമിയിലെ നീ യാത്ര തികഞ്ഞ നാഥന്റെ സന്നിധിയിൽ ചേരുന്ന നിമിഷത്തോളം നിന്നെ കാക്കാൻ ഈ ശബ്ദം, ഈ വചനം പര്യാപ്തമാണ്. അതുകൊണ്ട് നമുക്ക് ആ വചനത്തിൽ അധിഷ്ഠിതമായി നിങ്ങളുടെ ജീവിതം തുടങ്ങാം, ജീവിതം പണിയാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ.